ഞാൻ രേണുവിന്റെ പാവട വള്ളിയുമ്പോ തൂങ്ങി അല്ലെങ്കിൽ തങ്കച്ചന്റെ മുണ്ടിന്റെ വള്ളിയുമ്പോ തൂങ്ങിയിട്ടൊന്നും ഞാൻ നടക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നീക്കും വേണ്ട. പുള്ളിക്കാരൻ അവരോടുള്ള ദേഷ്യത്തിന്റെ ഒരു കാരണം നിങ്ങൾ കേട്ടില്ല. അതാണ് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു കാരണം. അതായത് അവിടെ വടയും ചായയും കൊടുത്തു, അത് മാത്രമല്ല അതിനകത്ത് വെള്ളം ഒഴിക്കുന്നതിന് മൈക്കാട് തങ്കച്ചൻ പൈസ വാങ്ങി എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ പൂത്ത പൈസ വന്നിട്ടുണ്ടെന്നുള്ള ബോധം അവർക്കുള്ളതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥം തന്നെയാണ്. അതിന്റെ പേരിൽ നിങ്ങളിപ്പോ ബിഷപ്പിനെതിരെ നടത്തിയ ഈ ഒരു ഇതുണ്ടല്ലോ, അത് ഒരിക്കലും നല്ലൊരു കാര്യമില്ല. നിങ്ങൾ നരേറ്റ് ചെയ്യണത് കുട്ടികളെ ഇറക്കി വിട്ടു എന്നാണ്. നിങ്ങൾ നരേറ്റ് ചെയ്യണത് വേറൊരു തലത്തിലേക്കാണ്. നിങ്ങൾ ഒരു കാരണവശാലും ആ വസ്തു ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ഉണ്ടാകാൻ നിങ്ങൾ അനുവദിക്കത്തില്ല. ഇതിനകത്ത് സിമ്പിൾ, ഇപ്പൊ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല പോസ്റ്റ് ഇടേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ഫാദറിനെ നേരിട്ട് പോയി കാണുകയാണ് വേണ്ടത്. നിങ്ങൾ എല്ലാവരോടും ചേർന്ന് ചെയ്തു കൊടുത്തതാണ്. ശ്രീകണ്ഠൻ നായർ നിങ്ങളായിരുന്നാലും ഇതിനൊക്കെ ആരൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തവരെല്ലാവരും പോയി ഫാദറിനെ കാണുകയും രേണുവിനെ അവിടെ വിളിച്ചു വരുത്തുകയും മേൽക്കൊണ്ട് ഫാദറിനെതിരെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ പറയാൻ പാടില്ലെന്ന് പറയുകയും വേണം. നിങ്ങളെ പറയുന്നത് പോലെ അല്ല അത്. അദ്ദേഹം വീടൊന്നും വെച്ചു കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പറമ്പ് ഭൂമി കുലുക്കത്തിൽ തകർന്നിട്ടില്ല. അത് ചരിവുള്ള പറമ്പല്ല. അത് അദ്ദേഹം കേൾക്കേണ്ട കാര്യമില്ല. അവക്ക് വൈറലാകാൻ വേണ്ടി തോന്നിവാസങ്ങൾ പറയുന്നത് നിർത്തലാക്കുക എന്നുള്ളത് നിങ്ങളുടെ ബോധവൽക്കരണത്തിൽ വീണ ആ പാവപ്പെട്ട മനുഷ്യനോട് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. അതൊരു ധാർമ്മികതയാണ്. ആ ധാർമ്മികത ഇല്ലാത്തവനെ തെറിയെ വിളിക്കാൻ പറ്റുള്ളൂ. എനിക്കിങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. നീ വേണമെങ്കിൽ എന്താച്ചാ ചെയ്തു. എനിക്കൊരു ഭയങ്കര ഇഷ്ടവും റെസ്പെക്റ്റും ആയിരുന്നു നിങ്ങളുടെ അടുത്ത്. ഇത്രയൊക്കെ അവള് പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടായി. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഫാദറിനെതിരെ ഇട്ട ആ ഒരു പ്രസ്താവന അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. തിരുത്താൻ ശ്രമിക്കുക. നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന, നിങ്ങൾ പറഞ്ഞാൽ കിച്ചു കേൾക്കുമെന്നുള്ള ദാഷ്ട്യം, ആ ദാഷ്ട്യം അവക്കുമുണ്ട്. അവള് പറഞ്ഞിട്ടുണ്ട് KHDC ഫിറോസ് എനിക്ക് ഉണ്ടാക്കി തന്ന വീട്ടിൽ തന്നെ ഇറക്കി വിടാൻ പറ്റുമെന്നൊന്ന് കാക്കുന്നു. പറ്റും എന്നാണ് അവളെ ബോധ്യപ്പെടുത്തിയത്. നാളെ രാവിലെ ഇറക്കി വിടാനല്ല, ഞാനും അത് തയ്യാറല്ല. ആ കുട്ടികൾക്ക് അത് നഷ്ടപ്പെടണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ല. ഞാനും ഫാദറിനോട് സംസാരിക്കുക തന്നെ ചെയ്യും. ഇത് കൂടുതൽ വഷളാകാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കപ്പെടണം. നേരം വെളുത്ത ഇരുട്ടുന്നത് വരെ ഫാദറിനെ ഇട്ട് അവരാധിക്കുന്ന പരിപാടി രേണു നിർത്തിവെക്കുക. മൈക്കാട് തങ്കച്ചനും രേണുവിനും എടുത്തിട്ട് ഫുട്ബോൾ കളിക്കാൻ തക്കവണ്ണം തരം താഴ്ന്ന വ്യക്തിയല്ല ഫാദർ. മനസ്സിലായില്ലേ? ഒരു സഭയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ മര്യാദ ഉണ്ടാകണം. സജീൻ അതിനകത്ത് ഇടപെട്ടപ്പോഴും ഞാൻ രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ളത് പ്രശ്നമായി. ഇത് വഷളാകണ്ട എന്നുള്ളത് കൊണ്ടാണ്. അടിച്ചു തീർക്കാൻ നിൽക്കുന്ന രണ്ട് വിഭാഗക്കാർ തമ്മിൽ തല്ലുണ്ടാകാതിരിക്കാനാണ് ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത്. അതാണ് എന്റെ ഒരു ലൈൻ. അത് മനസ്സിലാക്കുക. ഒരു കാര്യമില്ല. ഇപ്പൊ നീ അവർക്കൊപ്പം നിന്നുകൊണ്ട് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുണ്ടാക്കുന്ന ഭവിഷ്യത്ത് മറ്റൊരു തരത്തിലാണ്. ഫാദറിനെ ഈ വസ്തുവകകൾ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത് ചുമന്നുകൊണ്ട് പോകുന്ന പരിപാടിയൊന്നുമില്ല. ഇത്രയും മനുഷ്യർക്ക് കൊടുത്ത് അവർക്കാർക്കും കംപ്ലൈന്റ് ഇല്ലല്ലോ. അവരാരും വന്നത് പറയുന്നില്ല. നീ ഉൾപ്പെടെ, ഈ രേണു ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വസ്തു വിറ്റുപോകാതിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഒഴുകി വരുന്നത് പിടിക്കാൻ, ചെറിയ എമൗണ്ടിൽ ഇത് തട്ടിയെടുക്കാൻ. അതാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.